ഏകദേശം നമ്മളുടെ ഒരു കൈയുടെ അത്രയും നീളവും നല്ല വണ്ണവുമുള്ള നല്ല വെയിറ്റ് വയ്ക്കുന്ന ഇനവുമായ ഒരു പയറിനമാണ്. ഇത് ആവിയിൽ പുഴുങ്ങി പൊടിച്ച മഞ്ഞൾപ്പൊടി, ഇത് ഒറിജിനൽ തേനിനകത്തിട്ട തേൻ വെളുത്തുള്ളി, മൂന്ന് ദിവസം കൊണ്ട് ഇതിനകത്തുള്ള ഈച്ചയുടെ അളവ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 3 ദിവസത്തിലാണ്. അതെ, 3 ദിവസമായത് ഇൻസ്റ്റാൾ ചെയ്തിട്ട്. ജൈവകൃഷിയിൽ മണ്ണിനെ നമ്മൾ എങ്ങനെ പരുവപ്പെടുത്തി എടുക്കുന്നോ അതാണ് ചെടിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കായ്ഫലം നന്നായിട്ടുണ്ടാവും, സൈസ് കുറവായിരിക്കുന്നത് അങ്ങനൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് വളത്തിന്റെ പോരായ്മയും കൊണ്ടാണ് അതിന്റെ സൈസ് കുറവാകുന്നത്. ഇത് നോക്കൂ, എന്റെ മക്കൾക്ക് ഏത് രീതിയിലാണോ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതേ രീതി അത്ര വിശ്വസനീയമായി തന്നെ നിങ്ങൾക്കും ഉപയോഗിക്കാം. മണ്ണൊരുക്കി കൃത്യമായി ചെടികൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് മണ്ണിൽ നിന്ന് തന്നെ ഒരു പ്രതിരോധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മണ്ണിൽ നിന്നെടുക്കുന്ന വളങ്ങൾ വിഘടിപ്പിച്ച് ചെടിക്ക് കൊടുക്കണമെങ്കിൽ മണ്ണിൽ കൃത്യമായിട്ട് സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കണം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ദീപൻ വേണു എന്നാണ്. ഞാൻ കൊല്ലം കുണ്ട്ര പെരുമ്പുഴ സ്വദേശിയാണ്. ബേസിക്കലി ഞാനൊരു ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പം ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും കൃഷി അധിഷ്ഠിത പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാനൊരു കൃഷിഭവൻ്റെ ഇക്കോ ഷോപ്പ് നടത്തുന്നുണ്ട്. പുനർജനി എന്ന ബ്രാൻഡിൽ, ഷോപ്പിൻ്റെ പേരും പുനർജനി എന്നാണ്. പുനർജനി എന്ന ബ്രാൻഡിൽ 3-4 തരം കൃഷിയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നു. അതിലൊന്നെന്ന് പറയുന്നത് ഇക്കോ ഷോപ്പാണ്. അതായത് കർഷകരുടെ സാധനങ്ങൾ കളക്ട് ചെയ്യുകയും കർഷകർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപാധികൾ കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ചെയ്യുന്നത്. കർഷകർക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവകൃഷിയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. കൃഷി അല്ലെങ്കിൽ ജൈവകൃഷി ആദായകരമല്ല എന്ന് പറയുന്ന ഈ കാലത്ത് പൂർണ്ണമായിട്ടും ജൈവകൃഷി ആദായകരമായി ചെയ്യാൻ കഴിയുമെന്നും ആ ജൈവകൃഷി എങ്ങനെയാണ് ആദായകരമായി ചെയ്യേണ്ടത് എന്നും പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് പുനർജനി. നിങ്ങൾക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും നിങ്ങളുടെ കൃഷിയിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും പുനർജനി കർഷകർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല കർഷക സുഹൃത്തുക്കൾ ഉള്ള ഒരു കൂട്ടായ്മ കൂടിയാണ് പുനർജനിയുടെ എക്കോ ഷോപ്പിൻ്റേതായ വാട്സപ്പ് കൂട്ടായ്മ. അതിൽ അവർക്കുള്ള സംശയങ്ങൾ അവർ പിക്ചറായിട്ട് അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ട് അയക്കുകയും അതിനുള്ള നിവാരണം ജൈവ രീതിയിൽ എങ്ങനെ നടത്താമെന്ന അഡ്വൈസുകൾ അവർക്ക് നൽകുകയും ചെയ്യുന്ന രീതിയാണ് പുനർജനി അവലംബിക്കുന്നത്. അതുപോലെ അവരുടെ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ പ്രധാനമായിട്ടും ഫ്രൂട്ട് പ്ലാന്റേഷനുകൾ സെറ്റ് ചെയ്ത് കൊടുത്ത് കൃഷി യോജ്യമാക്കി മാറ്റുന്ന ഒരു രീതിയും പുനർജനി അവലംബിക്കുന്നുണ്ട്. അതിന് പുനർജനി ഫാം ഡെവലപ്പേഴ്സ് എന്ന ഒരു ബിസിനസ് വിങ് കൂടി നമ്മൾക്കുണ്ട്. ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ, റബ്ബർ വെട്ടിമാറ്റിയ കൃഷി സ്ഥലങ്ങൾ, ഇവയെല്ലാം തന്നെ ജൈവ രീതിയിൽ നമ്മൾ പരിചരിച്ച് കൃഷി യോജ്യമാക്കി മാറ്റിക്കൊടുത്ത് പ്ലാന്റേഷനുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയും പുനർജനി അവലംബിക്കുന്നുണ്ട്. വീട് മാറ്റിങ്, കൃഷിയിടം ഒരുക്കി കൊടുക്കൽ, വളപ്രയോഗങ്ങൾ, ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ജൈവിക വളപ്രയോഗങ്ങൾ, അത് ഏറ്റവും ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ച് നൂതന യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷിരീതിയാണ് പുനർജനി സപ്പോർട്ട് ചെയ്യുന്നതും. ഇന്നത്തെ കാലത്ത് കൃഷി നമ്മൾക്കൊരു ആദായകരമായി ചെയ്യണമെങ്കിൽ ടെക്നോളജിയോട് കൂടിയുള്ള കൃഷിരീതികൾ മാത്രമായിരിക്കും ഏറ്റവും അനുയോജ്യം. നിങ്ങൾക്ക് നമ്മുടെ കൃഷിയിടങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിന് പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവികമായിട്ടുള്ള വളങ്ങളും ജൈവികമായിട്ടുള്ള കീട നിയന്ത്രണ മാർഗങ്ങളും മാത്രമാണ്. ജൈവികം എന്ന് പറയുമ്പോൾ നമ്മൾ പരമ്പരാഗത ജൈവകൃഷി അല്ല ഉദ്ദേശിക്കുന്നത്, ആധുനിക ജൈവകൃഷി മെത്തേഡുകൾ. ആധുനിക ജൈവകൃഷി മെത്തേഡുകളിൽ നമ്മൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിക് പ്രോഡക്റ്റുകൾ നാനോ ഫോമിൽ ലഭ്യമാകുന്ന ഒരു രീതിയാണ് പുനർജനി അവലംബിക്കുന്നത്. പുനർജനി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ കുണ്ടറ പെരുമ്പുഴ പ്രദേശത്താണ്. പെരുമ്പുഴയ്ക്കും നല്ലിലായ്ക്കും ഇടയ്ക്ക് ആറാട്ടുവിള എന്ന് പറഞ്ഞ
ലൊക്കേഷനാണ് പുനർജനി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ പുനർജനി ഇക്കോ ഷോപ്പ് പെരുമ്പുഴ എന്ന ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ലഭ്യമാണ്. ഇത് നമുക്ക് ഇടുക്കിയിൽ നിന്ന് നമ്മളൊരു സുഹൃത്ത് അയച്ചു തന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പയറിനമാണ്. ഇത് നമ്മൾ ഇവിടെ ജൈവ കൃഷിയിലൂടെ ഇപ്രാവശ്യം ഇട്ടു നോക്കിയ ഒരു പയറിനമാണ്. ഇത് ഏകദേശം നമ്മളുടെ ഒരു കൈയുടെ അത്രയും നീളവും നല്ല വണ്ണവുമുള്ള നല്ല വെയിറ്റ് വയ്ക്കുന്ന ഇനവുമായ ഒരു പയറിനമാണ്. ഇത് പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ജൈവ കൃഷിയിലാണ് ഇത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാർ ചിലപ്പോൾ വിശ്വസിച്ചൊന്നും വരില്ല. അതെ, നമ്മുടെ അടുത്ത് ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഷോപ്പിലും ഞാൻ കഴിഞ്ഞ 11 വർഷമായിട്ട് പൂർണ്ണമായിട്ടും ജൈവ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ജൈവ കൃഷി പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റായിട്ട് ജൈവ കൃഷി പഠിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ എൻ്റെ കൃഷി അറിവുകളും എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ സർട്ടിഫിക്കേഷൻ എൻ്റെ ക്വാളിഫിക്കേഷനും വെച്ചിട്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും ജൈവ കൃഷി ചെയ്യുന്നത്. ഇത് മാത്രമല്ല, എനിക്ക് ജൈവ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. NPOP സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ പ്രോഡക്റ്റുകൾ ജൈവമാണെന്ന് സർട്ടിഫൈ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും പറയാം ഇത് പൂർണ്ണ ജൈവ കൃഷിയിൽ ചെയ്തൊരു പ്രോഡക്റ്റാണ്. പിന്നെ നമുക്കൊരു കാര്യം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, ചേട്ടന് ജൈവ കർഷകനുള്ള മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെ, എനിക്ക് കാർഷിക അവാർഡുകൾ ഒത്തിരി തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൽ പഞ്ചായത്തിൻ്റെ, അതായത് നമ്മുടെ ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡ്, അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിലുള്ള മികച്ച ജൈവ കർഷകനുള്ള അവാർഡ്, ജില്ലാ തലത്തിലുള്ള മികച്ച ജൈവ കർഷകനുള്ള അവാർഡ്, അതുപോലെ തന്നെ അക്ഷയശ്രീ അവാർഡ്, കൊല്ലം ജില്ലയിലെ മികച്ച ജൈവ കർഷകനുള്ള അക്ഷയശ്രീ അവാർഡ്, നമ്മളുടെ ഫെഡറൽ ബാങ്ക് നൽകുന്ന കൊല്ലം ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡുകൾക്കുപരി ഒരുപാട് അനുമോദനങ്ങൾ, അത് അവാർഡ് രൂപത്തിലാവാം, അനുമോദനങ്ങൾ രൂപത്തിലാവാം, ഒട്ടനവധി കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ പയറിൻ്റെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ അറിയാം ഇത്, അതായത് എനിക്ക് വന്നപ്പോൾ ഡൗട്ട് തോന്നുന്നത് ജൈവ കൃഷിയിൽ ഇത്രയും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സാധാരണഗതിയിൽ ഈ ഒരു സാഹചര്യത്തിൽ പിടുത്തം, അതായത് മഴ സീസണിൽ പയർ പിടുത്തം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഭയങ്കര വിലയുള്ള സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പയറിനെ സംബന്ധിച്ച് ഇപ്പം 130, 140, 150 വരെ പോകുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും പ്രൊഡക്റ്റീവായിട്ട് ഈ ഒരു ചെടി അതിൻ്റെ ഉൽപ്പാദനം കാണിച്ചു തരണമെങ്കിൽ അത് പൂർണ്ണമായിട്ടും ആ ചെടിക്ക് മണ്ണിൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. നമ്മൾ ജൈവ കൃഷിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ മണ്ണാണ്. ജൈവ കൃഷിയിൽ മണ്ണിനെ നമ്മൾ എങ്ങനെ പരുവപ്പെടുത്തി എടുക്കുന്നോ അതാണ് ചെടിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഇപ്പം ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒത്തിരി ആഹാരം കഴിക്കുന്നുണ്ട്, നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന സർവ്വ ആഹാരങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ശരീരം, നമുക്ക് ശരീരത്തിന് ആവശ്യമായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻറ്റുകൾ, ശാരീരിക പ്രവർത്തനത്തിനുള്ള ന്യൂട്രിയൻറ്റുകൾ നമ്മുടെ ആഹാരത്തിൽ നിന്ന് കിട്ടാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഈ ന്യൂട്രിയൻറ്റുകൾ ശരീരത്തിന് ആവശ്യമായിട്ട് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ട് അത് മണ്ണിലുണ്ടാവണം. മണ്ണ് പല മൂലകങ്ങളും ഡെഫിഷ്യൻ്റാണ്. ഈ ഡെഫിഷ്യൻസിക്ക് കാരണം നമ്മളുടെ അപര്യാപ്തത, നമ്മളുടെ അറിവില്ലായ്മ, നമ്മൾ കൃഷി എങ്ങനെ ചെയ്യണമെന്നുള്ള അവബോധമില്ലായ്മയാണ്. ഇതിനെ പരിഹരിച്ചെടുക്കുക എന്നുള്ളതാണ് പുനർജനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, വളങ്ങൾ, ഈ വളപ്രയോഗ രീതികൾ, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഉൽപ്പാദനത്തിന് ഏറ്റവും മികച്ച ക്വാളിറ്റിയും ഏറ്റവും മികച്ച വിലയും കിട്ടുന്ന രീതിയിൽ അവരുടെ ഉൽപ്പാദനം മാറ്റിയെടുക്കുന്ന ഒരു രീതിയിലാണ് കൃഷി പരിശീലനങ്ങൾ പുനർജനി നൽകുന്നത്. ചേട്ടാ, ഇവിടെ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഈ ജൈവവളങ്ങളാണെന്ന് പറഞ്ഞു, കൊടുക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നത് കമ്പോസ്റ്റുകളാണ്. കമ്പോസ്റ്റുകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഇലകളുടെ കമ്പോസ്റ്റുകളെ ഒരുമിച്ച്, പലതരത്തിലുള്ള ചെടികളെ ഒരുമിച്ച് കമ്പോസ്റ്റാക്കി അതിനെ അടിവളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാലിവളങ്ങൾ അടിവളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഭൂമി പവർ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ കൂടി നമ്മൾ ഇതിനകത്ത് അടിവളമായിട്ട് ഉപയോഗിക്കുന്നു. ഭൂമി പവർ എന്ന് പറയുന്നത് ഒരു ഗ്രാനുലാർ ഫെർട്ടിലൈസർ ആണ്. ഇത് ജൈവ സർട്ടിഫിക്കേഷൻ ഉള്ളൊരു പ്രോഡക്റ്റ് ആണ്. ICARന്റെ അപ്രൂവൽ ഉള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഇത് 1 ഏക്കറിന് 4 കിലോ മതിയാകും. അപ്പം അതായത് ഒരു പച്ചക്കറി തൈ വെക്കുന്നതിന് ഒരു 5 ഗ്രാമോ ഒരു 2 ഗ്രാമോ മതിയാകും ഇതിന് കൃത്യമായിട്ടൊരു മൂലക ലഭ്യത ഉറപ്പാക്കാനും മണ്ണിൻ്റെ ക്വാളിറ്റി നിലനിർത്താനും. ഓക്കെ,
അപ്പോൾ നമുക്ക് ഈ നമ്മൾ കൊടുക്കുന്ന വളങ്ങളും കൂടി കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരാമല്ലോ. ഇതിന് കൊടുക്കുന്ന കുറച്ച് വളങ്ങൾ കാണാൻ. നമ്മൾ ഒന്നും രഹസ്യമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല, അങ്ങനത്തിലുള്ള ഒരു പ്രസ്ഥാനവുമല്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് എല്ലാ കർഷകരും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏത് വളങ്ങളെയും ഏത് വളപ്രയോഗങ്ങളെയും ഏത് കീടരോഗ നിയന്ത്രണ മാർഗങ്ങളെയും പരിചയപ്പെടുത്താൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ ഷോപ്പിലേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവിടെ 2 തരം പാവയ്ക്കാണ് ഈ ഒരു 25 സെൻറ്റിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 തരം പാവൽ, ഒന്ന് പ്രീതി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയും രണ്ടാമതായിട്ട് മായ എന്ന് പറയുന്ന വെറൈറ്റിയുമാണ്. ഈ മായ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് മുള്ളില്ലാത്ത ഇനമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇതിന് കമ്പാരിറ്റീവ്ലി വില കുറവാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാവയ്ക്കുകൾ കൂടുതലും മുള്ളില്ലാത്ത വെറൈറ്റി ആയതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാം. പക്ഷേ എന്നാലും ഏറ്റവും ടേസ്റ്റ് ഉള്ളതും കർഷകർക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഇനമാണ്. എന്നാൽ നമ്മളിപ്പോൾ ലൈവായിട്ട് പിച്ചി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ പ്രോഡക്റ്റുകൾക്ക് ഒരു ഡിമാൻഡ് കേടോ വന്നപ്പോൾ തന്നെ കണ്ടു. ആൾക്കാർ സ്വന്തമായിട്ട് വന്ന് കൊട്ടയുമായി വന്ന് പിച്ചി കൊണ്ടുവന്ന് കടയിൽ വെച്ച് തൂക്കിക്കൊണ്ടു പോകുന്ന ഒരു രീതിയാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടു ഒത്തിരി കസ്റ്റമേഴ്സ് അങ്ങനെ വരുന്ന ഒത്തിരി പേരെ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അവർ ഇവിടെ വരിക, സാധനങ്ങളെ പിച്ചുക, അവിടെ കൊണ്ടുവന്ന് തൂക്കുക, വില രൂപ പോവുക, ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ അവരെ വീട്ടിൽ നിന്ന് പിച്ചി എടുക്കുന്ന ഒരു ഫീലും അവർക്ക് ആ ഒരു ഫ്രഷ്നെസ്സും കിട്ടുമ്പോൾ തന്നെ കസ്റ്റമർ വളരെ അട്രാക്റ്റീവാണ്. അവർ അഫോർഡബിൾ റേറ്റിലുമാണ് നമ്മളത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പ്രോഡക്റ്റുകൾ പച്ചക്കറികളല്ല, നമ്മളെ മറ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ, ഓർഗാനിക് ആയിട്ടുള്ള മറ്റ് പ്രോഡക്റ്റുകൾ, അത് ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ടോ ഇവിടുന്ന്? നമ്മളിപ്പോൾ ഒരു 10 കിലോമീറ്ററിനകത്ത് ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹോം ഡെലിവറി, അതെ. അത് മിനിമം ഒരു 1500 രൂപയുടെ പ്രോഡക്റ്റ് മേടിക്കുന്ന പക്ഷം നമ്മൾ 10 കിലോമീറ്ററിനകത്ത് ഫ്രീ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇത് പ്രീതി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. സാധാരണ എല്ലാവരും ഒരു പരാതിയാണ്, പ്രീതി വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ കായ്ഫലം നന്നായിട്ടുണ്ടാവും, സൈസ് കുറവായിരിക്കുന്നത്. അങ്ങനൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് വളത്തിൻ്റെ പോരായ്മയും കൊണ്ടാണ് അതിൻ്റെ സൈസ് കുറവാകുന്നത്. ഇത് നോക്കൂ, എത്രമാത്രം വലിപ്പം ഉണ്ടെന്ന് നോക്കൂ. അതെ. അപ്പോൾ നമ്മളെ ഒരു ചെടിയിൽ അതിൻ്റെ കീടബാധയോ രോഗബാധയോ വന്നതിന് ശേഷമല്ല പ്രത്യേകിച്ച് പച്ചക്കറി വിളകളെ സംരക്ഷിക്കേണ്ടത്. രോഗബാധയും കീടബാധയും വരാതെ മണ്ണിൽ നിന്ന് തന്നെ അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനം. കൃഷിയുടെ അടിസ്ഥാനം തന്നെ അതാണ്, പ്രത്യേകിച്ച് ജൈവ കൃഷിയിൽ മണ്ണൊരുക്കി കൃത്യമായി ചെടികൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് മണ്ണിൽ നിന്ന് തന്നെ ഒരു പ്രതിരോധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ ഒരു രീതിയാണ് നമ്മളുടെ കൃഷി രീതിയും, ഈ ഒരു രീതിയാണ് നമ്മൾ കർഷകരെ പഠിപ്പിക്കുന്നത്. അതെ, ഇവിടെ വന്ന് നോക്കുമ്പോൾ അറിയാം, ഒരു ഇതിന്റെ ഗ്രീനറി കാണുമ്പോൾ അതിന്റെ ചെടികളുടെ ഹെൽത്ത് കാണുമ്പോൾ അറിയാം ചെടിക്ക് അത്രയും പ്രതിരോധം ഉള്ളത് കൊണ്ടാണല്ലോ. അതെ, ഇപ്പൊ സാധാരണഗതിയിൽ പയർ ചെടികളൊക്കെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഈ ഒരു സാഹചര്യത്തിൽ ചാഴിയാണ്. ചാഴി ശല്യം കമ്പാരിറ്റീവ്ലി ഒരു 99% ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ ഇഞ്ചി കൃഷിയിൽ വരദ എന്ന് പറയുന്ന ഇഞ്ചിയും അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം മഞ്ഞളിൽ പ്രതിഭ എന്ന് പറയുന്ന മഞ്ഞളുമാണ് നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ കർഷകർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇഞ്ചിയുടെ പണകൾ എപ്പോഴും ഏകദേശം ഒരു 30 സെൻറ്റി എങ്കിലും ഉയർത്തി വേണം തയ്യാറാക്കാനായിട്ട്. വെള്ളം ഒലിച്ചു പോകുന്ന അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാവാത്ത രീതിയിലുള്ള പണകൾ തയ്യാറാക്കിയതിന് ശേഷം അതിനകത്തേക്ക് അടിവളങ്ങളിട്ട്, ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഭൂമി പവർ എന്ന് പറയുന്ന ഗ്രാനുലാർ ഫെർട്ടിലൈസർ ഇട്ട്, അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി കൃഷിക്ക് ഏറ്റവും പ്രധാനമാണ് റൂട്ട് ഗാർഡ്. റൂട്ട് അഴുകൽ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ വേര് ചീയൽ, കട ചീയൽ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ റൂട്ട് ഗാർഡ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫംഗിസൈഡ് ഇതിനകത്ത് പ്രയോഗിക്കാറുണ്ട്. അതുകൂടി പ്രയോഗിച്ച ഒരു ഇഞ്ചിയുടെ പണകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പുറത്ത് മഞ്ഞളിൻ്റെയും അത് പ്രതിഭയാണല്ലേ മഞ്ഞൾ? അതെ 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 അതെ. നമ്മൾ എക്കോ ഷോപ്പിലേക്ക് വേണ്ട പ്രോഡക്റ്റുകൾ മുഴുവൻ ഇത് മൊത്തത്തിൽ 1 ഏക്കർ 80 സെന്റാണ് ഇവിടെ നിന്ന് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കൂടാതെ നമ്മുടെ കർഷകരിൽ നിന്ന് വരുന്ന സാധനങ്ങളും, ഇത് കൃഷിഭവന്റെ എക്കോ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ കർഷക കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മയിൽ നിന്ന് കർഷകരിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകളാണ് പൂർണ്ണമായിട്ടും നമ്മൾ വിൽക്കുന്നത്. പുനർജനിക്ക് മറ്റൊരു വിങ് കൂടിയുണ്ട്. പുനർജനി ഫുഡ് പ്രോഡക്ട്സ് എന്നാണ് ആ വിങ്ങിൻ്റെ പേര്. പുനർജനി ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല ഭക്ഷണം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മളൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. നമ്മളുടേതായ പ്രോഡക്റ്റുകളുടെ വാല്യൂ അഡീഷനും കർഷകരിൽ നിന്ന് പൂർണ്ണമായിട്ടും ജൈവിക രീതിയിൽ തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങളും കളക്ട് ചെയ്ത് അതിനെ വാല്യൂ അഡീഷൻ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയുമാണ് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനമാണ് ആ ഫുഡിൻ്റെ ഡീഹൈഡ്രേഷൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ആഹാരത്തിൽ നിന്ന് വെള്ളത്തെ മാറ്റി അതിനെ
പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു രീതി. അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിലനിർത്താനായിട്ട് കഴിഞ്ഞിരിക്കെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. അതിനായിട്ട് നമ്മൾ രൂപകൽപ്പന ചെയ്ത ഒരു യൂണിറ്റാണ് ഡീഹൈഡ്രേഷൻ യൂണിറ്റ്. ഈ യൂണിറ്റ് ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും നമ്മൾ ഫുഡ് പ്രോസസ്സിങ്ങിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടായിരിക്കേണ്ട ഒരു യൂണിറ്റ് തന്നെയാണിത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇത് സൂര്യപ്രകാശത്തിലാണ് പൂർണ്ണമായിട്ടും ആഹാര സാധനങ്ങളെ നമ്മൾ ഉണക്കിയെടുക്കുന്നത്. നമ്മൾ ഡ്രൈയിങ് യൂണിറ്റുകളോ അല്ലെങ്കിൽ ഹീറ്റ് യൂണിറ്റുകളോ അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്ററുകളോ വല്ല ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എക്സസ് ആയിട്ട് ആ ആഹാര സാധനത്തെ ചൂടാക്കുകയും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. സൂര്യപ്രകാശത്തിൽ നാച്ചുറലായിട്ട് തന്നെ ഇതിനെ ഉണക്കിയെടുക്കുന്നത് കൊണ്ട് ഫുഡിൻ്റെ ക്വാളിറ്റി നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് കാണാം നമ്മുടെ കൃഷിയിടം കുറച്ച് അകലെയാണ്, എന്നാലും നമ്മൾ കെണി സ്ഥാപിച്ചിരിക്കുന്നത് കൃഷിയിടത്തിൽ നിന്ന് ഒരു 10-20 മീറ്റർ ദൂരെയായിട്ടാണ്. കർഷകരെല്ലാം ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് കൃഷിയിടത്തിൽ കൊണ്ടുവന്നിട്ട് കെണി സ്ഥാപിക്കുക എന്നുള്ളത്. അത് തീർത്തും തെറ്റായ ഒരു പ്രവണതയാണ്. കൃഷിയിടത്തിൽ നിന്ന് ഒരു 10-15 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് ഇട്ട് വേണം കെണികൾ സ്ഥാപിക്കാനായിട്ട്. ഇത് നിങ്ങൾക്കറിയാം, ഇതൊരു ഫെറമോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കെണിയാണ്. ഫെറമോൺ എന്ന് പറയുന്ന ഒരു സ്മെല്ലാണ്. ഈ സാധനം ഈച്ചകൾ ആകർഷിക്കുകയും ആ ആകർഷിക്കുന്ന ഈച്ചകളെല്ലാം നമ്മുടെ കെണിയിൽ വീഴണമെന്നില്ല. അങ്ങനെ വീഴാത്ത ഈച്ചകൾ നമ്മൾ ഈ കെണി നമ്മുടെ കൃഷിയിടത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ 100 ഈച്ചകളെ ആകർഷിക്കുന്നു, ഇതിനകത്തേക്ക് ഒരു 50-60 ഇതിനകത്തേക്ക് പെട്ട് കഴിഞ്ഞാലും ബാക്കിയുള്ള 30 എണ്ണം നമ്മളുടെ കൃഷിയിടത്തിൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടും. അതുകൊണ്ടാണ് നമ്മൾ കെണി കുറച്ച് ദൂരെയായിട്ട് മാറ്റി സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഏറ്റവും മികച്ച ഒരു ക്വാളിറ്റിയുള്ള കെണി കൂടിയാണ്. കാരണം 3 ദിവസം കൊണ്ട് ഇതിനകത്തുള്ള ഈച്ചയുടെ അളവ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 3 ദിവസത്തേതാണ്? അതെ, 3 ദിവസമായതേ ഉള്ളൂ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ട്. ഇത് നമുക്ക് അയച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നമ്മൾ എല്ലാ കെണിയും മേടിച്ചിട്ടിട്ട് കാര്യമില്ല, ക്വാളിറ്റി ഉള്ള കെണികൾ മേടിച്ചിടുക. പിന്നെ വെജിറ്റബിളിൻ്റെത് ഫ്രൂട്ടിൻ്റെത് രണ്ടും ഫെറമോൺ ഡിഫറെൻ്റ് ആണ്. അത് ക്ലിയറായിട്ട് മനസ്സിലാക്കി വേണം കർഷകർ. ഇപ്പോൾ പച്ചക്കറി വിളകളാണെങ്കിൽ അതിനുള്ളത്, ഫ്രൂട്ട് വിളകളാണെങ്കിൽ അതിനുള്ളത് സെപ്പറേറ്റ് ആണ്. ജൈവകൃഷിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രധാന ഉദ്ദേശത്തോടു കൂടി പുനർജനി ചെയ്യുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് പ്ലാന്റേഷൻസ്. അതായത് പുനർജനി ഫാം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന വിങ്ങിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റേഷനുകൾ നമ്മുടെ ഏതൊരു കൃഷിയിടോ ഏതൊരു വസ്തുവും അതിനെ കൃഷിയോഗ്യമാക്കി മാറ്റി ആ കാലാവസ്ഥയ്ക്കും ആ പ്രകൃതിക്കും അനുയോജ്യമായ ഒരു കൃഷി സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് പുനർജനി അവലംബിക്കുന്നത്. പ്രധാനമായിട്ടും ഫ്രൂട്ട് പ്ലാന്റേഷനുകൾ. അതിന് വേണ്ടുന്ന പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ തന്നെ പോയി സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് വരുന്ന പ്ലാന്റുകളാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റുകൾക്ക് ക്വാളിറ്റിയുള്ള പ്ലാന്റുകളായിരിക്കുമെന്ന് 100% നമുക്ക് വിശ്വസിച്ച് വയ്ക്കാവുന്ന പ്ലാന്റുകളാണ്. അതായത് നിങ്ങൾ പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ഈ മണ്ണൊരുക്കവും കാര്യം എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. വളപ്രയോഗം അത് കഴിഞ്ഞിട്ട്, ഇപ്പം പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ വേണമെങ്കിൽ പരിചരണം നമ്മൾ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ. അതല്ല ഇതിൽ നമ്മൾ വെച്ച് കൊടുക്കാൻ ആർക്കും പറ്റും. ഏതെങ്കിലുമൊക്കെ വളങ്ങളിട്ട് ഒരു പ്ലാന്റുകൾ വെച്ച് കൊടുക്കാൻ ആർക്കും പറ്റും. പക്ഷേ തുടർ പരിചരണങ്ങളാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ. അതിപ്പോൾ നമ്മൾ കേരളത്തിൽ എവിടെ ആയിരുന്നാലും പോയി ചെയ്തു. തീർച്ചയായിട്ടും. ഇപ്പോൾ സോയിൽ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ആയിരിക്കുമല്ലോ സോയിൽ ടെസ്റ്റിംഗ്. ഇപ്പം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സോയിൽ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ പ്ലാന്റുകളുടെ പരിസരം അല്ലെങ്കിൽ നമ്മുടെ ചെടികളുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചെടിക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ മണ്ണിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ, അതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസീസ് അതൊരു പല രൂപത്തിൽ ചെടികൾ കാട്ടിത്തരും. ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഈ ചെടികൾക്ക് ഇന്നതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, ഇന്ന വളങ്ങളായിരിക്കും ഇവിടെ കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. അത് വച്ച് ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇന്ന ചെടികൾക്ക് ഈ പ്രശ്നങ്ങളുണ്ട്, ഈ മണ്ണിൽ ഇതിൻ്റെ പോരായ്മയാണ്. ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റേഷൻ നല്ലോണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത് ഹിരഹള്ളി എന്ന് പറയുന്ന ഒരു കവുങ്ങ് വെറൈറ്റിയാണ്. നിങ്ങൾക്ക് ഓർണമെൻ്റലായിട്ടും അതല്ല, നിങ്ങൾക്കിപ്പോൾ ഇതിൽ നിന്ന് അടയ്ക്ക നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ ഡ്യുവൽ പർപ്പസിൽ നമുക്ക് ഉപയോഗിക്കാനും എന്നാൽ ഓർണമെൻ്റലായിട്ടും വെക്കാൻ പറ്റുന്ന ഏറ്റവും കുറിയ ഇനം കവുങ്ങിനമാണ് ഹിരഹള്ളി എന്ന് പറയുന്നത്. ഇതിന് ഇച്ചിരി കോസ്റ്റ് ഉണ്ട് എന്നെങ്കിൽ പോലും ഇപ്പോൾ അലങ്കാര ചെടികൾ വെക്കുന്നതിന് പകരം ഒരുപാട് പേര് ഇത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു 100ഓളം
പ്ലാന്റുകൾ ഒരു ഏരിയയിൽ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പുനർജനി ഏകദേശം 27 വെറൈറ്റി മാവുകൾ നമ്മുടെ ടോട്ടൽ ഏരിയയിലായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ മികച്ച രീതിയിൽ കായ്ക്കുന്നതും രോഗപ്രതിരോധ ശേഷിയുള്ളതും എന്നാൽ നമ്മൾക്ക് പുഴുശല്യം കുറവുള്ളതും ആദായകരമായിട്ട് ചെയ്യാൻ കഴിയുന്നതുമായ ഇനങ്ങളെ വേർതിരിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 27 വെറൈറ്റികളിൽ നമുക്ക് വെക്കാൻ പാടില്ലാത്ത ഇനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള ഇനങ്ങളുടെ തൈകൾ നമ്മൾ നമ്മുടെ പ്ലാന്റേഷനിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നില്ല. അതിൽ 23 വെറൈറ്റികൾ മാത്രമാണ് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തെടുത്ത് അല്ലെങ്കിൽ പ്ലാന്റേഷനുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ അനുസരിച്ച് നമ്മൾ പ്ലാന്റുകൾ അറേഞ്ച് ചെയ്യുന്നു. സാർ നമസ്കാരം. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താം, പേരെന്ന് പറയാം. എൻ്റെ പേര് രജത് ലാൽ. സ്ഥലം കുഴിമതിക്കാട് അടുത്ത് തന്നെ. പുനർജനിയിൽ വന്നിട്ട് എങ്ങനെയാണ്? സ്ഥിരം കസ്റ്റമറാണോ? അതെ, സ്ഥിരം മിക്കവാറും ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങുന്നു. എങ്ങനെയുണ്ട് ഇവിടെ പ്രോഡക്റ്റുകൾ? നല്ല ഇതാണ്. എല്ലാം വൃത്തിയും എടുപ്പോടും ചെയ്യുന്നു. എല്ലാം നല്ലതായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പൂർണ്ണമായിട്ടും ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ചെയ്യുന്നത്. അതെ, ഓർഗാനിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറുന്നത്. എന്നും കയറും. കയറുമല്ലേ? അതെ അതെ. അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ടല്ലോ ഇവിടെ? മിക്കവാറും ഉണ്ട്. പിന്നെ അല്ലാതെ പുറത്തുനിന്നൊക്കെ എടുക്കുമെന്ന് പറഞ്ഞാൽ പച്ചക്കറിയിൽ സവാള, ഉള്ളി അതൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള പ്രോഡക്റ്റുകളാണ്. എല്ലാം ഇവിടുത്തെ കൃഷികളാണ്. ഇവിടെ കൃഷി ചെയ്യുന്നതാണ്. കൃഷിയെല്ലാം നോക്കി കണ്ടിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യണത് അല്ലേ? നമ്മൾ കൃഷിയിടത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയ കുറച്ച് വളങ്ങളുണ്ടായിരുന്നു. ആ വളങ്ങൾ ഇവിടെ ഷോപ്പിൽ വരുമ്പോൾ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ പ്രധാനമായിട്ടും മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാനം. മണ്ണ് നന്നായാൽ കൃഷി നന്നാവും. മണ്ണ് നന്നായാൽ കീടബാധ കുറയും. മണ്ണ് നന്നായാൽ രോഗം കുറയും. ഈ ഒരു അടിസ്ഥാന തത്വം എല്ലാ കർഷകരും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ മണ്ണിൽ ചെടികൾക്ക് പ്രതിരോധം കൊടുക്കുക എന്നുള്ളതാണ് പച്ചക്കറി വിളകൾക്കും ഏത് തന്നെ വിളകളായിക്കോട്ടെ, ചെടിക്ക് പ്രതിരോധ ശേഷി ഇല്ലെങ്കിൽ രോഗകീടബാധകൾ കുറയും. ചെടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രതിരോധത്തിന് അടിസ്ഥാനം മണ്ണിൻ്റെ കാൽസ്യമാണ്. കൃത്യമായിട്ട് കാൽസ്യത്തിൻ്റെ അളവ് മണ്ണിലുണ്ടെങ്കിൽ, കാൽസ്യത്തിനെ നമുക്ക് പല രീതിയിൽ കൊടുക്കാം. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെയായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. അതിനുശേഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ ഭൂമി പവർ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. ഇതാണ് ഭൂമി പവർ. ഭൂമി പവർ എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ജൈവവളം എന്ന് വേണമെങ്കിൽ പറയാം. ചെടികളുടെ ജീവിതചക്രത്തിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻറ്റുകൾ ലഭ്യമാകാൻ സഹായിക്കുന്ന ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. ഇത് കൂടാതെ മണ്ണിൻ്റെ ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യുകയും മണ്ണിലേക്ക് ഓർഗാനിക് കാർബണിൻ്റെ അളവിനെ കൂട്ടിയെടുക്കുകയും മണ്ണിൽ എയറേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഒരു ഫെർട്ടിലൈസറാണ് ഭൂമി പവർ. ഇത് 4 കിലോ ഒരു ഏക്കറിലേക്ക് എന്നുള്ള അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അത് നാനോ ടെക്നോളജി വളം ആയതുകൊണ്ട് തന്നെ ചെറിയ ഡോസിൽ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ വളത്തിന് കഴിയും. ഇതുപോലെ ഒട്ടുമിക്ക പ്രോഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ചെടികളുടെ വേര് പടലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഷോർട്ടായിട്ട് പറഞ്ഞു തരുന്നത്. ഒരു കാര്യം പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് മണ്ണിൽ പല രീതിയിലുള്ള വളങ്ങൾ ചെടികൾ എടുക്കുന്ന രീതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മണ്ണിൽ നിന്നെടുക്കുന്ന വളങ്ങളാണ്. മണ്ണിൽ നിന്നെടുക്കുന്ന വളങ്ങൾ വിഘടിപ്പിച്ച് ചെടിക്ക് കൊടുക്കണമെങ്കിൽ മണ്ണിൽ കൃത്യമായിട്ട് സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കണം. ഈ സൂക്ഷ്മജീവികളുടെ അവൈലബിലിറ്റി, മണ്ണിലുള്ള പ്രവർത്തനം, ഇത് രണ്ടും കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ബാക്ടീരിയൽ കൺസോഷ്യമാണ്. ഇത് സൂക്ഷ്മജീവികളുടെ ഒരു കൂട്ടാണ്. ഈ കൂട്ട് മണ്ണിൽ കൊടുത്തു കഴിയുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ നൈട്രജനെ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയ, ഫോസ്ഫറസിനെ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയ, പൊട്ടാസ്യത്തെ സോലിബിലൈസ് ചെയ്യുന്ന ബാക്ടീരിയ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മൂലകങ്ങളെ ചെടിക്ക് കൊടുക്കാൻ സാധ്യമാക്കുന്ന ബാക്ടീരിയകളുടെ പ്രവർത്തനം മണ്ണിൽ കൂട്ടിയെടുക്കണമെങ്കിലും ബാക്ടീരിയകൾ കൂട്ടിയെടുക്കണമെങ്കിലും ഈ പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് മണ്ണിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് 5 ml 1 ലിറ്റർ വെള്ളത്തിലേക്ക് എടുത്ത് മണ്ണിൽ കൊടുത്താൽ മതിയാകും. അതുപോലുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. എല്ലാം കൂടി കാട്ടിത്തരാനായിട്ട് ഈ ഒരു ചെറിയ ഷോർട്ട് വീഡിയോയിലുണ്ട് സാധിക്കില്ല. നിങ്ങൾക്ക് ഈ വളങ്ങളെ പറ്റിയോ കൃഷി രീതികളെ പറ്റിയോ ജൈവ കാർഷികപരമായ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം. നമസ്കാരം,
എൻ്റെ പേര് ദീപ. ഇത് പുനർജനി എക്കോ ഷോപ്പിന്റെ രണ്ടാമത്തെ സെക്ഷനാണ്. നല്ല കൃഷി സാധനങ്ങൾ മാന്യമായ നിരക്കിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതിന് പുറമെ ശുദ്ധമായ വിഷമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നിത്യോപയോഗ സാധനങ്ങളിൽ ഉൾപ്പെടുത്തുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി കൂടാതെ നിത്യോപയോഗത്തിൽപ്പെട്ട പല സാധനങ്ങൾ, വെളിച്ചെണ്ണകൾ ഉൾപ്പെടെ നല്ലമായ ശുദ്ധമായ രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഞാൻ എൻ്റെ മക്കൾക്ക് എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് മാർക്കറ്റിൽ നിന്ന് നമ്മൾ മുളക് വാങ്ങിക്കുക, മുളക് നന്നേ കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി നന്നേ പൊടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ മക്കൾക്ക് ഏത് രീതിയിലാണോ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതേ രീതി അത്ര വിശ്വസനീയമായി തന്നെ നിങ്ങൾക്കും ഉപയോഗിക്കാം. ഇത് ഏത് ജില്ലയിലേക്കോ അല്ലെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും നമ്മൾ കൊറിയർ ചെയ്ത് തരാൻ തയ്യാറാണ്. ഞങ്ങളുമായി കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളിവിടെ മെയിനായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി എന്തൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്? നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത് മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, നമ്മുടെ തന്നെ പ്രോഡക്റ്റായ വൻതേനുണ്ട്, പിന്നെ അച്ചാർ ഐറ്റംസ്, പിന്നെ വെളിച്ചെണ്ണ, തേൻ നെല്ലിക്ക, തേൻ കാന്താരി, അങ്ങനത്തെ തേനിൽ ഉൾപ്പെടുന്ന പല സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ റാഗിപ്പൊടിയുണ്ട്, മുളപ്പിച്ച റാഗി, കൂവപ്പൊടി, അത്ര സാധനങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏത്തക്കാപ്പൊടിയുണ്ട്. കുഞ്ഞുങ്ങളെ സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്നറിയാം. അതെന്തൊക്കെയാന്ന് വെച്ചാൽ ഏത്തക്കാപ്പൊടിയുണ്ട്, പിന്നെ അതായത് ഏത്തക്കാപ്പൊടി തന്നെ നാടൻ ഏത്തക്ക കർഷകരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ നിന്ന് എടുക്കുന്നത് തന്നെ ജൈവമായിട്ടുള്ള ഏത്തക്ക നന്നേ അരിഞ്ഞ് ഉണക്കി പൊടിച്ച് കൊടുക്കുന്ന രീതിയാണ്. മാർക്കറ്റിൽ പല രീതിയിൽ പ്രോസസ്സ് ചെയ്ത കൂവപ്പൊടികൾ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കൂവപ്പൊടി എന്ന് പറഞ്ഞത് കൂവ നിന്ന് നീറെടുത്ത ശേഷം, അത് ആട്ടി നീറെടുത്ത ശേഷം അത് അടിയാൻ വെച്ച് അതിൻ്റെ തെളിവെള്ളം, അതായത് വേസ്റ്റ് അടങ്ങിയ വെള്ളം കളഞ്ഞ് 7 ദിവസത്തോളം വെച്ചിരുന്നിട്ട് അതുകൊണ്ട് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്ന മെത്തേഡാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയാണ്. കുടൽ സംബന്ധമായ അസുഖങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും കുടൽ സംബന്ധമായ അസുഖങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് കൂവ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ ചെയ്തേക്കുന്നത് റാഗിപ്പൊടിയുണ്ട്. റാഗി വേണമെങ്കിൽ നമുക്ക് കുറുക്കി കൊടുക്കുന്ന രീതിയിൽ റാഗിപ്പൊടിയുണ്ട്. മുളപ്പിച്ച റാഗിയുടെ പൊടി വേണമെങ്കിൽ നമുക്കൊരു ഷോപ്പിൽ അവൈലബിൾ ആണ്. കൂടാതെ നല്ല വടക്കം പുളിയുണ്ട്, മറ്റേ വാളം പുളിയുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്, ഉണക്കച്ചീനി, ഐറ്റം വറ്റൽ ഐറ്റംസ് നിലവിൽ നമ്മൾ അവിടെ ഉണക്കായിട്ടേക്കുവാണ്. വറ്റൽ ഐറ്റംസ് ഉണ്ട്, അതായത് ചീനി വറ്റലോ മറ്റേ ഏത്തയ്ക്ക വേണമെങ്കിൽ ചിപ്സ് രൂപത്തിലാക്കിയത്. ചിപ്സ് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് തന്നെ പൊടി ഏത്തയ്ക്ക അരിഞ്ഞുണക്കിയ പൊടിയുണ്ട്, വട്ടത്തിൽ നമ്മൾ അരിഞ്ഞ ചിപ്സ് രൂപത്തിൽ വരത്തില്ല, ആ രീതിയിൽ വേണമെങ്കിൽ ഉണക്കി കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് മഞ്ഞൾപ്പൊടി. എന്താണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി മഞ്ഞൾപ്പൊടിയിൽ പറയുന്നതെന്ന് വെച്ചാൽ, മഞ്ഞൾ നമ്മുടെ തന്നെ അല്ല, കർഷകരുടെയും കയ്യിൽ നിന്ന് മഞ്ഞൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ച ശേഷം അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വാങ്ങിച്ച ശേഷം അത് നമ്മൾ നന്നേ വാഷ് ചെയ്ത് തട്ടിട്ട് ആവിൽ പുഴുങ്ങിയെടുത്ത് തീർത്തതിൻ്റെ കുർക്കുമിൻ കണ്ടന്റ് നിലനിർത്തി തന്നെ പൊടിച്ചെടുക്ക് വരുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോപ്പിൽ നന്നായി വിറ്റ് പോകുന്ന, സന്ദർശിച്ച് ബാക്കിയൊന്നും പോകുന്നില്ലെന്നല്ല, നന്നായി തന്നെ എല്ലാ സാധനങ്ങളും പോകുന്നുണ്ട്. ഒരു സ്പെഷ്യലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ 450 രൂപ. 450 രൂപയാണ്. നമ്മൾ നേരത്തെ കാണിച്ച കൂവപ്പൊടിയാണെങ്കിൽ ഒരു കിലോ ആകുമ്പോൾ 1500 രൂപ. 1500 രൂപയാണ് വരുന്നത്. റാഗി പക്ഷെ നമുക്ക് 100% മറ്റു എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന രീതിയിൽ തന്നെ ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും. 100% വിശ്വസിച്ച് നിങ്ങൾക്ക് മേടിക്കാം. ഞാനടങ്ങിയ മറ്റ് ജീവനക്കാരോടെ ചേർന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മ ചേർന്ന് ഉണ്ടാക്കുന്നതാണ്. അതിനകത്ത് മറ്റു മായമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ തന്നെ തേനിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുത്തതാണ് തേൻ നെല്ലിക്കയും തേൻ വെളുത്തുള്ളി എന്ന് പറയുന്നത്. തേൻ നെല്ലിക്കയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മളും വെളികളിൽ പോയിട്ട് പുറത്ത് പോയിട്ട് തേൻ നെല്ലിക്ക വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് പഞ്ചസാര ലായനിയിൽ കലർന്ന തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞ് നമുക്ക് ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് വയനാട് മേഖലയിൽ അതിനെ പോയി കഴിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. എന്തുകൊണ്ട് ഇത്ര നല്ലൊരു പ്രോഡക്റ്റ് നമ്മുടെ പേരിൽ വിപണിയിലോട്ട് ഇറക്കിക്കൂടെ എന്ന ചിന്തയത്തോടുകൂടി തുടങ്ങിയാണ് തേൻ നെല്ലിക്ക എന്നത് പ്രോഡക്റ്റ്. അതിൽ തേൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കും, നെല്ലിക്ക എന്ന് പറയുന്നത് വൈറ്റമിൻ സി അടങ്ങിയൊരു പ്രോഡക്റ്റാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് നമ്മളിലോട്ട് എത്തുമ്പോൾ ഏറ്റവും നല്ലൊരു പൂർണ്ണ പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നമ്പർ 1 പ്രോഡക്റ്റ് എന്ന് പറയാം തേൻ നെല്ലിക്ക. ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ഇറക്കിയതാണ് തേൻ വെളുത്തുള്ളി എന്ന് പറയുന്നത്. തേൻ വെളുത്തുള്ളിയിൽ തേനും വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. വെളുത്തുള്ളി എന്ന് പറയുന്നത് ഗ്യാസ് ട്രബിൾ പോലുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ആർക്കും വേണമെങ്കിലും കഴിക്കും. കഴിവതും ഷുഗർ പേഷ്യൻ്റ് ഇത്തരം പ്രോഡക്റ്റുകൾ കഴിക്കാത്തതായിരിക്കും നല്ലത്. നമ്മുടെ പുനർജനി അടുത്ത പ്രോഡക്റ്റായിട്ട് ഇറക്കിയിരിക്കുന്ന നാടൻ വെളിച്ചെണ്ണയാണ്. നമ്മൾ പൂർണ്ണമായും കിട്ടിയ നാടൻ തേങ്ങകൾ ഇവിടെ തന്നെ പൊട്ടിച്ച് വെയിലത്തിട്ട് ഉണക്കി കൊപ്രയാക്കി ആട്ടിയെടുക്കുന്നതാണ് നാടൻ വെളിച്ചെണ്ണ എന്ന രീതിയിൽ കൊടുക്കുന്നത്. എവിടെ വേണമെങ്കിലും കിട്ടും. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം സുലഭമായി കിട്ടുന്നതാണെങ്കിലും കൂടെ മായം ചേർന്ന് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അതെ, ഏറ്റവും കൂടുതൽ മായം ചേർന്ന് വരുന്ന ഒരു പ്രോഡക്റ്റ് വെളിച്ചെണ്ണയാണ്. കാര്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതൊക്കെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എണ്ണ വെളിച്ചെണ്ണയാണ്.
അപ്പോൾ അതിന് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്തെങ്കിലും മായം ചേർത്ത് വിറ്റാലല്ലേ കിട്ടുള്ളൂ. നമ്മളിത് ലിറ്ററിന് 390 രൂപ വെച്ച് നമുക്ക് അത് കിട്ടുന്നോന്ന് വെച്ചാൽ കിട്ടുന്ന, കാരണം അതിൽ താത്തു കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് തീർത്തും നഷ്ടത്തിൽ തന്നെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ലിറ്ററിന് 390 രൂപ വെച്ചാണ് നമ്മൾ നിലവിൽ കൊടുക്കുന്നത്. ഞാൻ ഗിരിജാകുമാരി, നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ പുനർജനിയിലെ സ്ഥിരം കസ്റ്റമർ ആണോ? ഞാനിപ്പോൾ സ്ഥിരം കസ്റ്റമറാണ്. ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതാണ്, കാരണം പഞ്ചായത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ശ്രീ ദീപൻ വേണുവിൻ്റെ ഈ കൃഷി കാര്യങ്ങളെക്കുറിച്ചും ദീപൻ വേണു ക്ലാസ് എടുക്കാൻ പോകുന്നതിനെ കുറിച്ചും ഒക്കെ നേരത്തെ കേട്ടിരുന്നു. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് മാസങ്ങളായി ഈ ഷോപ്പിൽ വരികയും ഇവിടുത്തെ കൃഷി രീതികളെക്കുറിച്ചും ഇവിടുത്തെ പ്രോഡക്റ്റുകളെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കി പഠിച്ച് വളരെ കൗതുകത്തോടെയും വളരെ സന്തോഷത്തോടുകൂടിയും ഞാൻ ഈ സ്ഥാപനത്തിൽ വന്ന് പ്രോഡക്റ്റുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. എനിക്കും കൃഷിയോട് കുറേ താല്പര്യമുള്ള ആരാണ്. ഞാനും കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആധുനിക രീതിയിലുള്ള നാനോ ടെക്നോളജി വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതികൾ കാണുമ്പോൾ ശരിക്കും വല്ലാത്ത ഒരു സന്തോഷമാണ്. മാത്രമല്ല നല്ലൊരു പ്രൊഫഷണൽ ജോലിയുള്ള ഒരു വ്യക്തി, ഇന്നത്തെ കാലത്തൊരു ചെറുപ്പക്കാരൻ അത് ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങനെയൊരു കൃഷി രീതിയുമായിട്ട് നിൽക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമായിട്ട് എടുത്തു പറയാനുള്ളത്. കാരണം എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ആരും തന്നെ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുന്നത് അത്രത്തോളം കൃഷിയെയും പ്രകൃതിയെയൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 തരത്തിലുള്ള സംവിധാനങ്ങളാണ്. ഒന്ന് നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പാണ്. അതുപോലെ ഫാം, അതുപോലുള്ള ഒരു പ്രകൃതിദത്തമായ രീതിയിലുള്ളൊരു ഫാം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ഫുഡ് പ്രോസസ്സിങ്, 3 തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ്. അത് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. കാരണം കുരിപ്പിച്ച ഈ കൂവരകിൻ്റെ പൊടിയൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട എനിക്ക് അല്ലാത്തൊരു അതിശയം തോന്നി. ഇത്രയും അടുത്ത്, അത് ഞാനുമായിട്ട് ഇത്തിരി അടുത്ത സ്ഥലമാണെങ്കിലും ഇതുവരെയും ഇവിടെ വരാൻ ഇവിടുത്തെ പ്രോഡക്റ്റുകൾ നേരത്തെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിചാരിക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ആധുനിക രീതിയിൽ തന്നെയാണ്. വലിയ ഫാമുകളുണ്ട്, കൃഷി ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം തന്നെ ഈ പറയുന്ന പ്രകൃതിയിൽ നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള കൃഷി രീതിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഹെൽത്ത്, ആരോഗ്യമാണല്ലോ നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു സമൂഹത്തിന് വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. ഇവിടെ കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഇഷ്ടം പോലെ. മാത്രമല്ല ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് നമ്മുടെ സാധനങ്ങളും പറയുന്നത് പോലെ. അതുപോലെ ഫാമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ല അഡ്വൈസ്, ഈ എങ്ങനെയാണ് കൃഷി. ഇപ്പോൾ നമ്മൾ മരുന്നുകൾ, ഒരു മനുഷ്യൻ മരുന്നുകൾ എങ്ങനെയാണ് ഇപ്പോൾ രാവിലെ ഇത്ര തുള്ളി ഇത്ര വെള്ളത്തിൽ കഴിക്കണം, അല്ലെങ്കിൽ ഇത്ര ഗുളിക കഴിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ചെടികൾക്കും സസ്യങ്ങൾക്കും ഒക്കെ 2 ml ഇതിനകത്ത് ഇത്ര ലിറ്റർ വെള്ളത്തിൽ കലർത്തി കൊടുക്കുക എന്നൊക്കെ ഉള്ള ആ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ കഴിക്കുന്ന ഒരു മരുന്നുകൾ, മെഡിസിൻ പോലെ സസ്യങ്ങൾക്കും ചെടികൾക്കും കൊടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് എന്ന് മാത്രമല്ല, ഒരു അതിശയം തന്നെയാണ്. ഞാൻ ഒരുപാട് പേരിലേക്ക് ഇത് മെസ്സേജുകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെല്ലാം കുറേയേറെ കണ്ടു. ഇപ്പോൾ വീണ്ടും ഫാമുകൾ ഇങ്ങനെ ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ ദീപൻ വേണു. ഒരുപാട് സ്ഥലത്തോട്ട് അദ്ദേഹത്തിൻ്റെ കൃഷി ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അതെല്ലാം കാണുന്നുണ്ട്.